10-70 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് ഈ കാമാക്ഷിപുരം ഭരിച്ചിരുന്ന നാടുവായി എന്റെ തനി പകർപ്പാണ് ഇപ്പോഴത്തെ മന്നാടിയാർ. രൂപത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും. മുത്തച്ഛന്റെ പുനർജന്മമാണ് ഇപ്പോഴത്തെ നരസിംഹ മന്നാടിയാരെന്ന് ഈ കാമാക്ഷിപുരത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ മന്നാടിയാരുടെ അനിയൻ തന്നെയല്ലേ? ഒട്ടും കുറയില്ലെന്ന് എനിക്കറിയാം. ഇത്രയും ദുഷ്ടനായ ക്രിമിനലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി? അവനെതിരായ ഒരു ചെറുവിരൽ നനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. കാരണം അവനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വളർത്തുന്നത്. സംശയിക്കണ്ട, ഹൈദരമരിക്കാതെ തന്നെ. ഇന്ത്യ ഒട്ടേക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഹൈദരയുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ ഹൈദര എന്നിട്ടാൽ അവനെങ്ങനെ കിട്ടുക? ഇവനെ, ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി എടുത്തിട്ടുള്ളത്? നിന്റെ തന്ത. നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ. എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്ത് ചെയ്യാം, അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. മറന്നും പുറത്തു നോക്കിച്ചിരിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നും അല്ല. മന്നാടിയാർ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ. ആരാ ഹൈദരെ കാണാൻ വന്നിരിക്കുന്നത്? ഞാൻ നരസിംഹ മന്നാടിയാർ. നിയമത്തോടൊപ്പം നിന്ന് ആ മനുഷ്യൻ കരുണ കാണിച്ചതുകൊണ്ടാണ് നീ ഇപ്പോൾ. ആ മനുഷ്യനെയാണ് നീ നിന്റെ കൂട്ടരും ചേർന്ന് തല്ലി ജീവച്ചവും പോലെ കിടന്നത്. ഇനി എന്റെ ഉഴവ് നീ എണ്ണി തുടങ്ങിക്കോ. ചത്ത് ശവമായിട്ടേ നീ ജയിലിന് പുറത്തേക്കണം. അതിനാ ഞാൻ വന്നത്. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയല്ല. ഒരുങ്ങിയിരുന്നോ നീ? എന്താ കേസ്? അടിപിടി കേസാ. ഒരാഴ്ചത്തെ റിമാൻഡില്ല. സബ് ജയിലിലൊന്നും സ്ഥലമില്ലേടൂ. സ്ഥലമില്ലാത്തോണ്ടല്ലേ സാറേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഒപ്പിട. അലിയൻ ചത്തപ്പോ നിനക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? അതെ, മന്നാടിയാർ തന്നെ. ജയിലെന്താ മന്നാടിയാർക്ക് നിഷിദ്ധാണ്? അതിനാണ് എന്റെ അനിയനെ കൊന്നത്. ഇവിടെ ഇപ്പോ അവൻ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാ. വേറെ മന്നാടിയാർക്ക് എനിക്കറിയില്ല. വെറുതെ അല്ല ഞാൻ അവനെ ഹാഫ് മാൻ ഹാഫ് ലയൺ എന്ന് വിളിച്ചത്. എനിക്കൊത്ത എതിരാളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മന്നാടിയാർക്ക് സമം മന്നാടിയാർ തന്നെ.